അന്താരാഷ്ട്ര തലത്തിലുള്ള കൂട്ടായ്മകളും പങ്കാളിത്തങ്ങളും കേവലം പരസ്പരമായിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസിയിലല്ല, മറിച്ച് ഓരോ രാജ്യത്തിന്റെയും ആത്മാഭിമാനത്തിലും തുല്യതയിലുമാണ് അധിഷ്ഠിതമാകേണ്ടതെന്ന് മോദി തുറന്നടിച്ചു. ലോകം ഇനിമേൽ പണം നൽകുന്ന ദാതാവും അത് കൈപ്പറ്റുന്ന ഗുണഭോക്താവും എന്ന പഴയ കൊളോണിയൽ മൈൻഡ് സെറ്റിൽ നിന്ന് മാറണമെന്നും പരസ്പര ബഹുമാനമുള്ള തുല്യ പങ്കാളികളായി പ്രവർത്തിക്കണമെന്നുമുള്ള ഇന്ത്യയുടെ ഈ ഒരു കർശന നിലപാട് G7 വേദിയെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലണി, ബ്രസീലിയൻ പ്രസിഡന്റ് ലൂല ഡാസിൽവ, UK പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ, യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല വോൺ ഡെർ ലെയൻ തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും ശക്തരായ ഭരണാധികാരികൾ സാക്ഷ്യം വഹിച്ച സെഷനിലാണ് ആഗോളതലത്തിൽ തന്ത്രപരമായ ഈ ഒരു വലിയ മാറ്റത്തിന് ഇന്ത്യ ആഹ്വാനം ചെയ്തത്. ആഗോളതലത്തിൽ വിഭവങ്ങളുടെ കുറവല്ല, മറിച്ച് രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസത്തിന്റെ കുറവാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയെന്ന് മോദി ഓർമ്മിപ്പിച്ചു. വികസിത രാജ്യങ്ങൾ നിർമ്മിച്ചു നൽകുന്ന സഹായങ്ങൾ സ്വീകരിക്കുന്ന നിഷ്ക്രിയ അവസ്ഥയിൽ നിന്ന് മാറി സ്വയം പര്യാപ്തത കൈവരിക്കാൻ മറ്റ് രാജ്യങ്ങളെ പ്രാപ്തരാക്കുന്നതായിരിക്കണം യഥാർത്ഥ നയതന്ത്ര പങ്കാളിത്തമെന്ന ഇന്ത്യയുടെ കാഴ്ചപ്പാട് G7 വേദി ഏറെ ഗൗരവത്തോടെയാണ് കേട്ടിരുന്നത്. ഏവിയൻ ഉച്ചകോടിയിൽ ഇന്ത്യയുടെ സാന്നിധ്യത്തെയും ആഗോള സ്വാധീനത്തെയും കുറിച്ച് ഏറ്റവും ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം നടത്തിയത് മറ്റാരുമല്ല, കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണിയാണ്. ഡബ്ലിനിലെ പ്രശസ്തമായ ട്രിനിറ്റി കോളേജിൽ വെച്ച് സംസാരിക്കവേ G7 കൂട്ടായ്മയ്ക്ക് ഇനി ലോകത്തെ മുഴുവനായി ഭരിക്കാനാവില്ല എന്ന് അദ്ദേഹം പരസ്യമായി സമ്മതിക്കുകയുണ്ടായി. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെയും പുതിയ ലോകക്രമത്തിന്റെയും പ്രതിഫലനമാണ് G7 ഉച്ചകോടിയിലെ ഇന്ത്യയുടെ തുടർച്ചയായ പങ്കാളിത്തമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. ലോകം ഇന്ന് നേരിടുന്ന സങ്കീർണമായ വെല്ലുവിളികൾ വികസിത രാജ്യങ്ങളുടെ ഒരു ചെറിയ സംഘത്തിന് മാത്രമായിട്ട് ഇരുന്ന് പരിഹരിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം അന്താരാഷ്ട്ര സമൂഹം തിരിച്ചറിയണം. രാജ്യാന്തര പ്രശ്നങ്ങളിൽ G7 കൂട്ടായ്മയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങൾക്ക് ഇന്ന് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഒരു വർഷത്തെ ഉച്ചകോടി. ഇന്ത്യ, ബ്രസീൽ, കെനിയ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളുടെ പങ്കാളിത്തം ആഗോള ചർച്ചകൾക്ക് കൂടുതൽ ജനാധിപത്യപരമായ സ്വഭാവം നൽകുന്നുണ്ട്. കേവലം പാശ്ചാത്യ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്കപ്പുറം വലിയൊരു ആഗോള കാഴ്ചപ്പാടിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ ഇന്ത്യയെ പോലെയുള്ള വളർന്നു വരുന്ന ശക്തികൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് മാർക്ക് കാർണിയുടെ വാക്കുകൾ അടിവരയിടുന്നു. ഉച്ചകോടിയുടെ വേദിയിൽ ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും തമ്മിൽ ഏകദേശം 16 മാസങ്ങൾക്ക് ശേഷം നടന്ന ഈ ഒരു കൂടിക്കാഴ്ച ആഗോള മാധ്യമങ്ങളുടെ പ്രധാന ശ്രദ്ധാ കേന്ദ്രമായിരുന്നു. ട്രംപിന് തൊട്ടരികിലിരുന്നാണ് മോദി തന്റെ ചരിത്രപ്രധാനമായ പ്രസംഗം നടത്തിയത്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഉഭയകക്ഷി ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്ന പശ്ചാത്തലത്തിലാണ് ഈ ഒരു കൂടിക്കാഴ്ച നടന്നത്. ഓപ്പറേഷൻ സിന്ദൂർ, വിനിമയ നിരക്കുകളിലെ തർക്കങ്ങൾ, US ഏർപ്പെടുത്തിയ ചില കടുത്ത നികുതികൾ എന്നിവ കാരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയൊരു മരവിപ്പ് വന്നിരുന്നു. എന്നാൽ ഏവിയനിലെ ഊഷ്മളമായ ഹസ്തദാനങ്ങളും ചിരികളും ഈ ഒരു മഞ്ഞുരുകലിന്റെ സൂചനയാണ് നൽകുന്നത്. എങ്കിലും ഇന്ത്യ സ്വന്തം നിലപാടുകളിൽ ഉറച്ചുനിന്നു. ഹോർമസ് കടലിടുക്കിലെ സംഘർഷങ്ങളിൽ അമേരിക്കൻ നാവികസേന നടത്തിയ നീക്കങ്ങൾക്കിടയിൽ 3 ഇന്ത്യൻ നാവികർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ മോദി തന്റെ പ്രസംഗത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. കടൽമാർഗമുള്ള ആഗോള വ്യാപാരം സുഗമമാക്കുന്ന നാവികരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വലിയൊരു ഉത്തരവാദിത്തമെന്നാണ് അദ്ദേഹം ട്രംപിനെ സാക്ഷി നിർത്തി ഓർമ്മിപ്പിച്ചത്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ നിലനിൽക്കുന്ന കടുത്ത യുദ്ധപ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള സമാധാന ശ്രമങ്ങളെ ഇന്ത്യ സ്വാഗതം ചെയ്തു. പശ്ചിമേഷ്യയിലെ യുദ്ധം കാരണം ഇന്ത്യയുടെ സൗഹൃദ രാജ്യങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നും ആഗോള സമ്പദ് വ്യവസ്ഥയെ ഇത് ദോഷകരമായി ബാധിച്ചെന്നും മോദി ചൂണ്ടിക്കാണിച്ചു. എങ്കിലും വരും ആഴ്ചകളിൽ അമേരിക്കയുമായിട്ട് വലിയൊരു ഊർജ്ജ വ്യാപാര കരാറിൽ ഇന്ത്യ ഒപ്പുവെക്കുമെന്ന ശുഭവാർത്തയും ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയുണ്ട്. അന്താരാഷ്ട്ര പങ്കാളിത്തങ്ങളിൽ ഇന്ത്യ എപ്പോഴും പിന്തുടരുന്നത് ഹ്യൂമാനിറ്റി ഫസ്റ്റ്, മാനവികതയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്ന നയമാണ് എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഭാരതത്തിന്റെ പുരാതന തത്വചിന്തയായ വസുധൈവ കുടുംബകം, ലോകം ഒരൊറ്റ കുടുംബം എന്ന ആശയത്തിലാണ് ഇന്ത്യയുടെ വിദേശ നയം വേരൂന്നിരിക്കുന്നത്. വികസ്വര രാജ്യങ്ങളെ സഹായിക്കുന്നതിനായിട്ട് ഇന്ത്യ മുന്നിൽ നിന്ന് നയിക്കുന്ന ഇന്റർനാഷണൽ സോളാർ അലയൻസ്, കോവാലിഷൻ ഫോർ ഡിസാസ്റ്റർ റെസിലിയന്റ് ഇൻഫ്രാസ്ട്രക്ചർ CDRI, ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസ്, മിഷൻ ലൈഫ്, പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള ഏക് പേഡ് മാ കെ നാം തുടങ്ങിയ പദ്ധതികൾ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾക്ക് വികസിത ലോകത്തിൽ നിന്ന് വലിയ പ്രതീക്ഷകളാണ് ഉള്ളത്. എന്നാൽ അവർക്ക് ആവശ്യം വെറും ഒരു സാമ്പത്തിക സഹായമല്ല, മറിച്ച് അന്തസ്സുള്ള ഒരു പങ്കാളിത്തമാണ്. വികസ്വര രാജ്യങ്ങളിലെ ജനങ്ങളുടെ പ്രാദേശിക ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കണ്ടറിഞ്ഞ് അവരെ സ്വയം വളരാൻ പ്രാപ്തരാക്കുന്ന ശേഷി വികസനത്തിനും അതുപോലെ നൈപുണ്യ വികസനത്തിനുമാണ് ഇന്ത്യ തങ്ങളുടെ വിദേശ സഹായ പദ്ധതികളിൽ മുൻഗണന നൽകുന്നത്. മറ്റുള്ളവർക്കായി നാം എന്ത് നിർമ്മിച്ചു നൽകി എന്നതിലല്ല, മറിച്ച് അവർക്ക് സ്വന്തമായിട്ട് എന്ത് നിർമ്മിക്കാൻ നാം പ്രാപ്തി നൽകി എന്നതിലാണ് ഒരു പങ്കാളിത്തത്തിന്റെ യഥാർത്ഥ വിജയം ഇരിക്കുന്നത്. ചുരുക്കത്തിൽ ഫ്രാൻസിലെ ഏവിയൻ ഉച്ചകോടിയിൽ ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ മാത്രം താല്പര്യങ്ങൾക്കനുസരിച്ച് ലോകരാജ്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഒരു പഴയ കറുത്ത കാലഘട്ടം അവസാനിക്കുകയാണ്. ഏഷ്യയിൽ നിന്നും, ആഫ്രിക്കയിൽ നിന്നും,
ലാറ്റിൻ അമേരിക്കയിൽ നിന്നുമൊക്കെ ഉയർന്നു വരുന്ന പുതിയ സാമ്പത്തിക ശക്തികളെ മാറ്റി നിർത്തിക്കൊണ്ട് ആഗോള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ G7 രാജ്യങ്ങൾക്ക് ഇനി കഴിയില്ല. ഇന്ത്യ ഈ വേദിയിൽ ഉയർത്തിയ ശബ്ദം ലോകത്തിലെ ഭൂരിപക്ഷം വരുന്ന വികസ്വര രാജ്യങ്ങളുടെയും വക്താവായിട്ടാണ്. പരസ്പരം വെറും വശങ്ങളിലായിട്ട് നടന്നു പോകാതെ കൈകോർത്ത് പിടിച്ച് ഒരേ ദിശയിലേക്ക് ഒരുമിച്ച് നടക്കാൻ വികസിത രാജ്യങ്ങൾ തയ്യാറാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം നയതന്ത്ര രംഗത്തെ പുതിയൊരു പാഠപുസ്തകമാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ അധിനിവേശത്തിനോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന്റെ അടിമത്തത്തിനോ കണക്കാക്കരുത്. മറിച്ച് അത് പരസ്പര ബഹുമാനത്തിലും അന്തസ്സിലും അധിഷ്ഠിതമായിരിക്കണം. ഈ തത്വം അംഗീകരിക്കാൻ ലോകരാജ്യങ്ങൾ തയ്യാറായാൽ മാത്രമേ വരും തലമുറയ്ക്ക് കൂടുതൽ സുരക്ഷിതവും സമാധാനപരമായ ഒരു ആഗോള ഭാവി ഒരുക്കാൻ സാധിക്കുകയുള്ളൂ. ഏവിയൻ ഉച്ചകോടിയിൽ ഇന്ത്യ കുറിച്ച് ഈ പുതിയ നയതന്ത്ര രേഖ വരും വർഷങ്ങളിൽ ലോകരാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.